ഏതാണ്ട് 5000 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള വലിയ ചരിത്രമുള്ള ഇന്ത്യയിലെ ഏറ്റവും പുരാതനമായ പുണ്യ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നും ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളിലൊന്നുമാണ് സോമനാഥ ക്ഷേത്രം എന്ന് പറയുന്നത്. ഈ സോമനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിശ്വസനീയമായ കുറെ കാര്യങ്ങളുണ്ട്. മധ്യകാല ചരിത്ര രേഖകൾ പ്രകാരം സോമനാഥ ക്ഷേത്രത്തിലെ പ്രധാന ഗർഭഗൃഹത്തില് പ്രതിഷ്ഠിച്ചിരുന്ന ശിവലിംഗം തറയിലോ മറ്റ് യാതൊരു വിധത്തിലുള്ള താങ്ങുകളിലോ മുട്ടാതെ വായുവില് പൂർണ്ണമായിട്ടും ഉയർന്നു നിൽക്കുന്ന നിലയിലായിരുന്നു. 11ാം നൂറ്റാണ്ടില് മഹമ്മൂദ് ഗസ്നിക്കൊപ്പം ഇന്ത്യയിലെത്തിയ പ്രശസ്തനായ പേർഷ്യൻ ചരിത്രകാരനായിട്ടുള്ള അൽ ബിറൂനിയും പിൽക്കാലത്ത് ജീവിച്ചിരുന്ന സക്കറിയ അൽ ഖസ്വീനിയും അടക്കമുള്ള ഇസ്ലാമിക ചരിത്രകാരന്മാരും തങ്ങളുടെ യാത്രാ വിവരണങ്ങളിൽ ഈ അത്ഭുതത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവർ വന്നപ്പോൾ കാണുന്നത് യാതൊരു തരത്തിലുള്ള സപ്പോർട്ടും ഇല്ലാതെ വായുവില് ഉയർന്നു നിൽക്കുന്ന ശിവലിംഗ പ്രതിഷ്ഠയാണ്. ഇത് എങ്ങനെയാണ് അക്കാലത്ത് സാധ്യമായത് എന്നും നമുക്ക് അജ്ഞാതമായ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ആ അപൂർവ രഹസ്യവിദ്യയെക്കുറിച്ചും എന്താണ് സോമനാഥ ക്ഷേത്രത്തിന് സംഭവിച്ചത് എന്നതിനെ കുറിച്ചുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് സോമനാഥ ക്ഷേത്രം. അതായത് 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാണ് സോമനാഥ ലിംഗം. ആദ്യത്തെ ജ്യോതിർലിംഗം കൂടിയാണിത്. ഗുജറാത്ത് സ്റ്റേറ്റില് പ്രഭാശപട്ടണം എന്ന സ്ഥലത്താണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വളരെ അത്ഭുതങ്ങൾ നിറഞ്ഞൊരു ക്ഷേത്രമാണിത്. ഇതിന്റെ ചരിത്രവും ഒപ്പം ഐതിഹ്യങ്ങളും നമുക്ക് ഈ വീഡിയോയ്ക്കകത്ത് പരിശോധിക്കാം. ഒരു കാലത്ത് മഹത്തായ നമ്മുടെ സംസ്കാരത്തെ തുർക്കികളും പേർഷ്യക്കാരും വിദേശികളുമൊക്കെ എത്രമാത്രം ക്രൂരമായിട്ടാണ് തകർക്കാൻ ശ്രമിച്ചത് എന്നതിൻ്റെ ഒരു അവശേഷിപ്പ് കൂടിയാണ് നമ്മുടെ സോമനാഥ ക്ഷേത്രം എന്ന് പറയുന്നത്. ഈ പ്രഭാസ തീർത്ഥം അല്ലെങ്കിൽ ഈ സോമനാഥ ക്ഷേത്രത്തെക്കുറിച്ച് ഋഗ്വേദത്തിൽ പോലും പരാമർശമുണ്ട്. ഋഗ്വേദം എന്ന് പറയുന്നത് 4000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നിലനിന്നിരുന്ന ഒന്നാണെന്ന് പുരാവസ്തു ഗവേഷകർ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ്. ഏറ്റവും പുരാതനമായ ഗ്രന്ഥമാണ് ഋഗ്വേദം. ഋഗ്വേദത്തിനകത്ത് കൃത്യമായും നമുക്ക് ഈ പ്രഭാസ തീർത്ഥത്തെക്കുറിച്ച് പരാമർശങ്ങൾ കാണാം. ചില സൂക്തങ്ങളിൽ പ്രഭാസ തീർത്ഥത്തെക്കുറിച്ചും സരസ്വതി നദി കടലിൽ ചേരുന്ന പുണ്യഭൂമിയിൽ സ്നാനം ചെയ്യുന്നതിന്റെ മഹിമയെക്കുറിച്ചും ഒക്കെ തന്നെ ഋഗ്വേദത്തിൽ പരാമർശമുണ്ട്. ഋഗ്വേദത്തിൽ വിഗ്രഹങ്ങളെക്കുറിച്ചോ ക്ഷേത്രങ്ങളെക്കുറിച്ചോ അല്ല പരാമർശമുള്ളത്. അതിലെ സൂക്തങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും അത് ദൈവങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയോ ആരാധിക്കാൻ വേണ്ടിയോ അഭ്യർത്ഥനകളായിട്ടോ ഒക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ പ്രഭാസ തീർത്ഥം എന്ന പ്രയോഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മഹാഭാരതത്തിലെ വനപർവ്വത്തിലും ശല്യപർവ്വത്തിലും പ്രഭാസ തീർത്ഥത്തെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ചന്ദ്രൻ തന്റെ ശാപമോക്ഷത്തിനായിട്ട് ഇവിടെ വന്ന് തപസ് അനുഷ്ഠിച്ചതായിട്ട് ഇതിൽ പറയുന്നുണ്ട്. പാണ്ഡവർ തങ്ങളുടെ തീർത്ഥാടന വേളയില് പ്രഭാസ ക്ഷേത്രം സന്ദർശിച്ചതായും ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണത്തിനു ശേഷം യദുവംശനാശം സംഭവിച്ചത് ഇതിനടുത്താണ് എന്നും മഹാഭാരതവും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഏതാണ്ട് 2500 വർഷങ്ങൾക്ക് മുമ്പ് വരെയുള്ള മഹാഭാരതം രചിക്കപ്പെട്ടതിന്റെ എവിഡൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രം വളരെ പുരാതനമായൊരു ക്ഷേത്രമാണ്, അല്ലെങ്കിൽ ഒരു പുണ്യ ഇടമാണ് എന്ന് വ്യക്തമാണ്. ആദ്യകാലങ്ങളിൽ ഏത് തരത്തിലുള്ള ആരാധനയാണ് ഇവിടെ ഉണ്ടായത് എന്ന് നമുക്കറിയില്ല. പക്ഷെ എന്നിരുന്നാലും ഇന്ത്യയിലെ തന്നെ പുരാതനമായ ഒരു ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമാണ് ഈ ഒരു ക്ഷേത്രം. സ്കന്ദപുരാണം, ശിവപുരാണം, പത്മപുരാണം, ശ്രീമദ് ഭാഗവതം എന്നിവയിൽ സോമനാഥന്റെ മഹിമ വിസ്തരിച്ച് തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്കന്ദപുരാണത്തിലെ പ്രഭാസ ഖണ്ഡത്തിൽ സോമനാഥ ക്ഷേത്രത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇവിടെ ആരാധിക്കുന്നതിലൂടെ ലഭിക്കുന്ന പുണ്യത്തെക്കുറിച്ചുമൊക്കെ പറയുന്നുണ്ട്. പുരാണങ്ങൾ അനുസരിച്ച് ദക്ഷ പ്രജാപതിയുടെ ശാപമേൽക്കുന്ന ചന്ദ്രന്റെ ശാപമോചനം സാധ്യമാകുന്നത് ഈ ഒരു ക്ഷേത്രത്തിൽ വച്ചാണ്. ശാപമോക്ഷത്തിനായിട്ട് ചന്ദ്രൻ പ്രഭാസ തീർത്ഥത്തിൽ വന്ന് ശിവലിംഗത്തിന് മുന്നിൽ കഠിനമായ തപസ് അനുഷ്ഠിച്ചുവെന്നും ചന്ദ്രന്റെ തപസ്സിൽ പ്രീതനായിട്ട് ശിവൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്ത ഇടമായിട്ടൊക്കെയാണ് ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് പുരാണങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഈ സോമനാഥ് എന്നൊരു പേര് ഇതിന് വരുന്നത് ചന്ദ്രൻ ഇവിടെ വന്ന് ശിവനെ പ്രാർത്ഥിച്ച് പ്രത്യക്ഷപ്പെടുത്തിയതിനു ശേഷമാണ്. ചന്ദ്രന്റെ നാഥൻ എന്ന അർത്ഥത്തിലാണ്, ചന്ദ്രന് മോക്ഷം കൊടുത്ത ചന്ദ്രന്റെ നാഥൻ എന്ന അർത്ഥത്തിലാണ് ഈ സോമനാഥൻ എന്നൊരു പേര് ഈ ക്ഷേത്രത്തിന് വരുന്നത്. അതിനു മുമ്പ് ഈ ക്ഷേത്രം ചിലപ്പോൾ പ്രഭാസ തീർത്ഥം എന്നായിരുന്നിരിക്കണം അറിയപ്പെട്ടിട്ടുണ്ടാവുക. ആർക്കിയോളജി വകുപ്പിന്റെ കണ്ടെത്തലുകളിൽ അല്ലെങ്കിൽ ഖനനങ്ങളിൽ നിന്ന്
ക്രിസ്തു വർഷത്തിന്റെ മുമ്പോ അല്ലെങ്കിൽ അതിന്റെ തുടക്ക കാലങ്ങളിലോ തന്നെ ഇവിടെ ഒരു ആരാധനാ കേന്ദ്രം നിലനിന്നു എന്നതിന്റെ തെളിവുകൾ ഉണ്ടായിട്ടുണ്ട്. വേദകാലഘട്ടത്തിൽ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള ഒരു ആരാധനാ രീതി ഉണ്ടായിരുന്നു എന്നതിന് വ്യക്തതയില്ല. ഓരോ ദൈവങ്ങളെയും പ്രീതിപ്പെടുത്താനായി മന്ത്രങ്ങളും സൂക്തങ്ങളും പിന്നെ ഹോമങ്ങൾ അങ്ങനെയുള്ള ചടങ്ങുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷ്ഠകൾ നിലനിന്നിരുന്നോ എന്നതിൽ വ്യക്തതയില്ല. രണ്ടാമത്, അഥവാ ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെ ആദ്യകാലങ്ങളിൽ തടി കൊണ്ടുള്ള ക്ഷേത്രങ്ങൾ ഉണ്ടായിരിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. അതിനുശേഷം കല്ലുകൾ കൊണ്ട് പണിത ക്ഷേത്രങ്ങളും ഉണ്ടായിരിക്കാം. നമ്മുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ, നമ്മുടെ പുരാതനമായ നിർമ്മിതികളെ കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് ഈ വീഡിയോയ്ക്കകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ മാത്രമാണ് നമ്മുടെ ചരിത്രത്തിൽ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. എന്താണെന്നാൽ, ഈ സോമനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആർക്കിയോളജി വകുപ്പിന്റെ ഖനനങ്ങളിൽ ക്രിസ്തു വർഷത്തിന്റെ തുടക്കത്തിലോ അതിനു മുൻപോ തന്നെ ഇവിടെ ഒരു ആരാധനാ കേന്ദ്രം നിലനിന്നു എന്നതിന് തെളിവുണ്ട്. എന്ന് വെച്ചാൽ ആർക്കിയോളജി വകുപ്പിന്റെ കണ്ടെത്തലുകൾ അനുസരിച്ച് 2000 വർഷത്തിന് മുമ്പ് നിലനിന്നിരുന്ന ഒരു ക്ഷേത്രമാണ് ഇത് എന്ന് വ്യക്തമാണ്. ഇനി CE 649 ചരിത്രപരമായ രേഖകൾ പ്രകാരം വല്ലഭിയിലെ മൈത്രക രാജാക്കന്മാർ ഏകദേശം AD 649 പഴയ ഒരു ക്ഷേത്രം പുതുക്കി പണിയുകയും ഒരു പുതിയ ഘടന നിർമ്മിക്കുകയും ചെയ്തു. എന്നാൽ AD 725 സിന്ധിലെ അറബ് ഗവർണറായിരുന്ന ജുനൈദിന്റെ സൈന്യം ഈ ക്ഷേത്രം തകർത്തു എന്നും ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെടുകയും തകർക്കപ്പെടുകയും ചെയ്യുന്നത് തുടങ്ങിയിട്ട് വർഷം കുറയായി. ഇനി അത് കഴിഞ്ഞ് വീണ്ടും മറ്റൊരു ക്ഷേത്രം, മൂന്നാമതൊരു ക്ഷേത്രം 815 CE പ്രതിഹാര രാജാവായ നാഗഭട്ടൻ രണ്ടാമൻ 815 ചുവന്ന മണൽക്കല്ലുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുകയുണ്ടായി. ഗംഭീരമായിട്ടുള്ള ഒരു നിർമ്മാണമായിരുന്നു അത്. പിൽക്കാലത്ത് 1026 മഹ്മൂദ് ഗസ്നി തകർത്ത പ്രശസ്തമായ ക്ഷേത്രം ഇതായിരുന്നു. മഹ്മൂദ് ഗസ്നി ഈ ക്ഷേത്രം തകർക്കാൻ വരുന്ന സമയത്താണ് ഈ ക്ഷേത്രത്തിലെ വിഗ്രഹം അല്ലെങ്കിൽ ശിവലിംഗ പ്രതിഷ്ഠ വായുവിൽ ഉയർന്നു നിൽക്കുന്നതായിട്ട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഒപ്പമുള്ളവരും കാണുന്നത്. അതിനർത്ഥമെന്ന് പറയുന്നത്, ഈ നാഗഭട്ടൻ രണ്ടാമൻ രാജാവ് വളരെ വിദഗ്ധമായ രീതിയിലാണ് ഈ ക്ഷേത്രം പണിതിരിക്കുന്നത്. അത്ഭുതകരമായ ടെക്നോളജി ആ കാലത്ത് ഇതിന്റെ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം ഇവിടം കൊണ്ടും അവസാനിക്കുന്നില്ല. 1026 തുർക്കിക്കാരനായിട്ടുള്ള ഗസ്നി വരുന്നു, ഈ ക്ഷേത്രത്തെ തകർക്കുന്നു, കൊള്ളയടിക്കുന്നു. അതായത് കോടിക്കണക്കിന്, ഇന്നത്തെ മൂല്യമെടുത്താൽ വിലമതിക്കാനാവാത്തത്ര സമ്പത്തുമായിട്ടാണ് 1026 കൊള്ളയടിച്ചിട്ട് ഗസ്നി തിരിച്ചു പോകുന്നത്. പേർഷ്യൻ ചരിത്രകാരനായിട്ടുള്ള അൽ ബിറൂനി ഈ കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. 1017 30 ഇടയിൽ മഹ്മൂദിന്റെ സൈന്യം ഇവിടെ എത്തുകയും വലിയ ആക്രമണം നടത്തുകയും നിരവധി വസ്തുക്കൾ കൊള്ളയടിക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധി ആളുകൾ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവത്തിന് ശേഷം വീണ്ടും ഈ ക്ഷേത്രം പുനർനിർമ്മിക്കപ്പെടുകയാണ്. കുമാരപാല രാജാവ് എന്ന് പറയുന്ന ഒരു രാജാവ് 1143 1172 ഇടയിൽ ഈ ക്ഷേത്രത്തെ വീണ്ടും മികച്ച കല്ലുകൾ കൊണ്ട് തന്നെ പുനർനിർമ്മിക്കുകയാണ്. 1169 ഒരു ശിലാശാസന പ്രകാരം ഈ പുതിയ ക്ഷേത്രത്തിൽ വിലയേറിയ രത്നങ്ങൾ പതിപ്പിച്ചിരുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ 1299 അലാവുദ്ദീൻ ഖിൽജിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ ആക്രമണം ഈ ക്ഷേത്രത്തിന് നേരെ ഉണ്ടാവുകയാണ്. അന്ന് രാജാവായിരുന്ന വഗേല രാജാവായ കർണനെ പരാജയപ്പെടുത്തിക്കൊണ്ട് സോമനാഥ ക്ഷേത്രത്തെ കൊള്ളയടിക്കുകയും പിന്നീട് വലിയ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്യുന്നു. അലാവുദ്ദീൻ ഖിൽജിയുടെ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന വിഗ്രഹം ഡൽഹിയിലേക്ക് കൊണ്ടുപോവുകയും വളരെ മോശമായിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുകയും ചെയ്തു എന്നുള്ള ഹിസ്റ്റോറിക്കൽ റെഫറൻസ് ചില എഴുത്തുകാരൊക്കെ നൽകുന്നതായിട്ട് വിക്കിപീഡിയയിൽ കണ്ടിരുന്നു. ഞാൻ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. എന്തായാലും ഇതിനുശേഷം 1308 സൗരാഷ്ട്രയിലെ ചൂഡാസമ രാജാവായ മഹിപാല ഒന്നാമൻ ക്ഷേത്രം വീണ്ടും നിർമ്മിക്കുകയും അദ്ദേഹത്തിന്റെ മകൻ ഖേംഗാരന്റെ കാലയളവില് ശിവലിംഗ പ്രതിഷ്ഠ നടത്തുകയും ചെയ്യുന്നു. ഈ കാലഘട്ടത്തില് ഹജ്ജ് തീർത്ഥാടനത്തിന് പോകുന്ന ഗുജറാത്തി മുസ്ലിം തീർത്ഥാടകർ പോലും ഈ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയാണ് പോയിരുന്നത് എന്ന് അക്കാലത്ത് അമീർ ഖുസ്രുവിന്റെ എഴുത്തുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ 1395 സഫർ ഖാന്റെ നേതൃത്വത്തിൽ വീണ്ടും ക്ഷേത്രം ആക്രമിക്കപ്പെടുകയും തകർക്കപ്പെടുകയും ചെയ്യുന്നു. പിന്നീട് 1451 ഗുജറാത്ത് സുൽത്താനായിട്ടുള്ള മഹ്മൂദ് ബെഗഡയും ഈ ക്ഷേത്രം വീണ്ടും തകർക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് മുഗൾ ഭരണകാലമാണ് സത്യത്തിൽ ഇതിന്റെ മറ്റൊരു മോശം കാലഘട്ടം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഔറംഗസേബ് 1665 മുഗൾ ചക്രവർത്തിയായിരുന്ന ഔറംഗസേബ് സോമനാഥ് ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങൾ തകർക്കാൻ ഉത്തരവിടുന്നു.
അന്നത് പൂർണ്ണമായിട്ട് നടപ്പിലായില്ല. പക്ഷെ 1706 അദ്ദേഹം വീണ്ടും ക്ഷേത്രം തകർക്കാനും പള്ളിയാക്കി മാറ്റാനും കൽപ്പന പുറപ്പെടുവിച്ചു എന്നാണ് വിക്കിപീഡിയയിലെ ഹിസ്റ്റോറിക്കൽ എവിഡൻസിനകത്ത് കാണുന്നത്. ഈ ഉത്തരവ് നടപ്പാക്കപ്പെട്ടുവെങ്കിലും പള്ളിയാക്കി മാറ്റാനുള്ള വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും അന്ന് നടന്നില്ല. ഔറംഗസേബിന്റെ ആക്രമണത്തിന് ശേഷം തകർന്നു കിടന്ന പ്രധാന ക്ഷേത്രത്തിന് സമീപം ഇൻഡോറിലെ മറാഠ രാജ്ഞി ഒരു ചെറിയ ക്ഷേത്രം നിർമ്മിക്കുകയുണ്ടായി. ഇത് തീർത്ഥാടകർക്ക് ഭയമില്ലാതെ സുരക്ഷിതമായിട്ട് ആരാധന നടത്താനായിട്ടാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത്. പഴയ സോമനാഥ ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഈ ഘടന 1950 ഇന്നത്തെ പുതിയ സോമനാഥ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പുനരാരംഭിക്കുന്നത് വരെയുള്ള നൂറ്റാണ്ടുകളിൽ ജ്യോതിർലിംഗ ആരാധന തടസ്സമില്ലാതെ തുടരാൻ സഹായിച്ചു. 1800കൾക്ക് ശേഷം പകർത്തപ്പെട്ട സോമനാഥ ക്ഷേത്രത്തിന്റെ ഒരു ചിത്രം നമുക്ക് വിക്കിപീഡിയയിൽ കാണാം. ഞാനിവിടെ അത് വെക്കാം. ഇതിനകത്ത് ഈ ക്ഷേത്രം തകർക്കപ്പെടുകയും പള്ളിയാക്കി മാറ്റാനായിട്ടുള്ള ഒരു ശ്രമം നടന്നതായും കാണാൻ കഴിയുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഒരുപക്ഷെ ഔറംഗസേബിന്റെ കാലഘട്ടത്തിലായിരിക്കാം അത് നടന്നത്. പിന്നീട് എന്തായാലും സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ നമ്മൾ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം നമ്മുടെ പട്ടേൽ, സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ ഈ ക്ഷേത്രം പുനർനിർമ്മിക്കുകയും ഇന്ന് ഈ കാണുന്ന സോമനാഥ ക്ഷേത്രമായിട്ട് അത് നിലനിൽക്കുകയും ചെയ്യാണ്. ശരിക്കും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എത്ര വട്ടം ചരിത്രത്തിൽ തകർക്കപ്പെട്ടൊരു ക്ഷേത്രമാണ് ഇത് എന്നുള്ളതാണ്. ഇന്ന് ചിലപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള പല ക്ഷേത്രങ്ങളും 5000 വർഷമോ 6000 വർഷമോ ഒക്കെ പഴക്കമുള്ളത് പോലും ആയിരിക്കാം. പലരും പറയുന്നത് ആ കാലത്ത് ക്ഷേത്ര നിർമ്മാണമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ്. അതൊന്നും പൂർണ്ണമായി നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം പല ക്ഷേത്രങ്ങളും 1000 വർഷമെന്നും 1500 വർഷമെന്നും ഒക്കെ പഴക്കമുണ്ട് എന്ന് പറയപ്പെടുന്ന ക്ഷേത്രങ്ങൾ പല കാലഘട്ടങ്ങളിൽ ഇതുപോലെ പലരാലും തകർക്കപ്പെടുകയും പിന്നീട് ആ കാലത്തെ രാജാക്കന്മാർ പുനർനിർമ്മിക്കുകയും ഒക്കെ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഒരു ക്ഷേത്രം ആദ്യം എന്ന് പണിതു എന്നത് കണ്ടെത്തുക വളരെ പ്രയാസവുമാണ്. ഇനി ഈ ക്ഷേത്രത്തിന്റെ സവിശേഷതയിലേക്ക് വന്നാൽ, നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു ഈ ഒരു സോമനാഥ ക്ഷേത്രം സവിശേഷമായ ഒരു ശിവലിംഗ പ്രതിഷ്ഠ ഉണ്ടായിരുന്ന ക്ഷേത്രമാണ് എന്ന്. മധ്യകാലത്തെ ചരിത്ര രേഖകൾ പ്രകാരം സോമനാഥ ക്ഷേത്രത്തിലെ പ്രധാന ഗർഭഗൃഹത്തിൽ പ്രതിഷ്ഠിച്ചിരുന്ന ശിവലിംഗം തറയിലോ മറ്റ് യാതൊരു താങ്ങുകളോ ഇല്ലാതെ തന്നെ വായുവില് പൂർണ്ണമായിട്ടും ഉയർന്നു നിൽക്കുന്ന നിലയിലായിരുന്നു. 11ാം നൂറ്റാണ്ടില് ഇന്ത്യയിലെത്തിയ പ്രശസ്ത പേർഷ്യൻ ചരിത്രകാരനായിട്ടുള്ള അൽ ബിറൂനിയും പിൽക്കാലത്ത് ജീവിച്ചിരുന്ന സക്കറിയ അൽ ഖസ്വീനിയുമാണ് ഈ കാര്യത്തെ സാധൂകരിക്കുന്ന തെളിവുകൾ നമുക്ക് നൽകുന്നത്. ഇതിന് പിന്നിലെ ശാസ്ത്രീയമായ എന്തെങ്കിലും രഹസ്യമുണ്ടോ? ഇത് ഏതെങ്കിലും തരത്തിലുള്ള മാന്ത്രിക വിദ്യയോ അതീന്ദ്രിയ ശക്തിയോ ആയിരുന്നോ? അത് നമുക്കറിയില്ല. പക്ഷെ ശാസ്ത്രീയമായി ഈ വിഷയത്തെ നോക്കിക്കാണുന്ന സമയത്ത് പുരാതന ഇന്ത്യയിലെ ശില്പികളും ശാസ്ത്രജ്ഞരും പ്രയോഗിച്ച അതിശയകരമായ കാന്തിക ശക്തിയുടെ ഒരു ഫലമായിട്ടായിരുന്നു അത് സംഭവിച്ചത് എന്ന് കരുതാം. ക്ഷേത്രത്തിന്റെ ഗർഭഗൃഹത്തിന്റെ മുകൾ ഭാഗത്തും 4 ഭാഗങ്ങളിലുമുള്ള ചുവരുകളിലും ശക്തമായ കാന്തക്കല്ലുകൾ പതിപ്പിച്ചിട്ടുണ്ടായിരിക്കാനാണ് സാധ്യത. വായുവിൽ ഉയർത്തി നിർത്തേണ്ട ശിവലിംഗം നിർമ്മിച്ചിരിക്കുന്നത് ഇരുമ്പിന്റെ അംശമടങ്ങിയ പ്രത്യേക തരം ശിലകൾ കൊണ്ടായിരുന്നു. ചുവരുകളിലെയും മേൽക്കൂരകളിലെയും കാന്തങ്ങളുടെ ആകർഷണ വികർഷണ ശക്തികള് കൃത്യമായ അളവിൽ തുല്യമായി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ശിവലിംഗത്തെ യാതൊരു താങ്ങുമില്ലാതെ വായുവിന്റെ മധ്യത്തിൽ നിലനിർത്തിയിരുന്നത്. ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുന്ന ഭക്തർക്ക് ശിവലിംഗത്തിന് ചുറ്റും മുകളിലൂടെയും താഴേക്കൂടെയുമെല്ലാം വടികൾ ചലിപ്പിച്ചു കാണിച്ച് ഇതിന് യാതൊരു താങ്ങുകളുമില്ല എന്ന് പുരോഹിതന്മാർ ആ കാലത്ത് ബോധ്യപ്പെടുത്തി കൊടുക്കുമായിരുന്നു. 1026 മഹ്മൂദ് ഗസ്നി ഈ ക്ഷേത്രം ആക്രമിച്ചപ്പോഴാണ് വായുവില് ഉയർന്നു നിൽക്കുന്ന ശിവലിംഗത്തിന്റെ രഹസ്യം പുറത്തു വരുന്നതും ഇത് ലോകം അറിയുന്നതും, അതായത് ഇന്ത്യക്ക് പുറത്ത് ഇത് അറിയപ്പെടുന്നതും. അന്ന് ആ കാലത്ത് അറിയാവുന്ന സാങ്കേതിക വിദ്യയിൽ വെച്ച് ഏറ്റവും മികച്ചതും ഇത് വന്നു കണ്ട ഗസ്നിയും കൂട്ടരും അത്ഭുതപ്പെട്ടു പോയ ഒന്നുമാണ്. പെട്ടെന്ന് അദ്ദേഹത്തിന് ഇത് തകർക്കാൻ കഴിഞ്ഞുമില്ല. വളരെ പണിപ്പെടേണ്ടി വന്നു എന്നാണ് ചരിത്ര രേഖകൾ പറയുന്നത്. ഒരുപാട് ശ്രമങ്ങളിൽ ഇത് വിജയിക്കാതെ വരുന്നു. ഏറ്റവും ഒടുവിൽ ഈ ക്ഷേത്രത്തിന്റെ ചുവരുകളോ മറ്റോ തകർത്തതിന്റെ ഭാഗമായിട്ടായിരിക്കണം ആ ഒരു കാന്തിക ശക്തി നഷ്ടമായിട്ട് ഈ വിഗ്രഹം തകർക്കാനായിട്ട് ഗസ്നിക്ക് കഴിഞ്ഞിട്ടുണ്ടാവുക. ഗസ്നിയുടെ സൈന്യം ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ തന്നെ ഈ അത്ഭുത പ്രതിഭാസം കണ്ട് സ്തംഭിച്ചു പോയി എന്നാണ് ചരിത്ര രേഖകൾ പറയുന്നത്. ഇതിന്റെ പുറകിൽ എന്തോ മാന്ത്രിക ശക്തി ഉണ്ട് എന്ന് സൈനികർ ആദ്യം ഭയന്നു. എന്നാൽ ഗസ്നിയുടെ കൂടെ ഉണ്ടായിരുന്ന ചില ഉപദേശകര് ഇത് കാന്തിക ശക്തിയാണെന്ന് സമയമെടുത്താണെങ്കിലും തിരിച്ചറിഞ്ഞിരിക്കാമെന്ന് കരുതപ്പെടുന്നു. ചില രേഖകളില് ഈ അൽ ബിറൂനി എന്ന് പറയുന്ന ഈ ചരിത്രം എഴുതി വെച്ച ആള് തന്നെ ആയിരുന്നു ഈ ഗസ്നിയുടെ ഉപദേശകരിൽ ഒരാളെന്നും അവർ അദ്ദേഹത്തോട് പറഞ്ഞത് ഈ ലിംഗം വായുവിൽ നിൽക്കുന്നത് ചുവരുകളിലെ കാന്തങ്ങൾ കാരണമാണെന്നും ഇതിന്റെ സന്തുലിതാവസ്ഥ മാറ്റണമെങ്കിൽ ക്ഷേത്രത്തിന്റെ ചുവരിലെ കല്ലുകൾ ഓരോന്നായി നീക്കം ചെയ്താൽ മതിയെന്നുമാണ്. ഇതനുസരിച്ച് ഗസ്നിയുടെ സൈനികർ ക്ഷേത്രത്തിന്റെ ഒരു വശത്തെ ചുവരിലെ കല്ലുകൾ ഇളക്കാൻ തുടങ്ങി. ചുവരിലെ കാന്തങ്ങളുടെ സ്ഥാനം മാറിയതോടെ കാന്തിക സന്തുലിതാവസ്ഥ തെറ്റുകയും വായുവിൽ ഉയർന്നു നിന്നിരുന്ന ആ അത്ഭുത ശിവലിംഗം
പെട്ടെന്ന് നിലത്തേക്ക് പതിക്കുകയും ചെയ്തു. നിലം പതിച്ച ശിവലിംഗം മഹ്മൂദ് ഗസ്നി തന്റെ ഗദ ഉപയോഗിച്ച് അടിച്ച് കഷ്ണങ്ങളായി തകർത്തു എന്നാണ് ചരിത്രം. അതിനുശേഷം ആ വിഗ്രഹത്തിന്റെ അവശിഷ്ടങ്ങൾ അദ്ദേഹം കൊള്ളയടിച്ച മറ്റ് സ്വർണത്തോടൊപ്പം കൊണ്ടുപോയി എന്നും അവിടെയുള്ള വലിയ മസ്ജിദിന്റെ പടികളിലും സുൽത്താന്റെ കൊട്ടാരത്തിന്റെ പ്രവേശന കവാടങ്ങളിലും അത് പതിച്ചു എന്നുമൊക്കെ പറയപ്പെടുന്നു. എന്തായാലും ഇതിനകത്ത് നിന്ന് മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ കാലത്ത് ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരും ശില്പികളുമൊക്കെ എത്രമാത്രം അഡ്വാൻസ്ഡ് ആയിരുന്നു എന്ന്. അക്കാലത്തെ ശില്പികളും ശാസ്ത്രജ്ഞരും ഈ കാന്തിക വിദ്യ എങ്ങനെയാണ് കൃത്യമായിട്ട് അളന്ന് തിട്ടപ്പെടുത്തിയത് എന്നതിൻ്റെ കൃത്യമായ ബ്ലൂ പ്രിന്റുകളോ നിർമ്മാണ രേഖകളോ ഇന്ന് അവശേഷിക്കുന്നില്ല. അതൊരു രഹസ്യ നിഗൂഢ വിദ്യയായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. ആ ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടതോടെ ആ അറിവുകളും തകർക്കപ്പെട്ടു. ഈ ക്ഷേത്രം മാത്രമല്ല, ഭാരതത്തിലെ പല ക്ഷേത്രങ്ങളിലും സമാനമായ സാങ്കേതിക വിദ്യ ഉണ്ടായിരുന്നു. മറ്റു വീഡിയോകളിൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. പലപ്പോഴും സമുദ്രങ്ങളുടെ തീരങ്ങളിലായിരിക്കും ഇത്തരം കാന്തിക ശക്തിയുള്ള വായുവിൽ ഉയർന്നു നിൽക്കുന്ന പ്രതിഷ്ഠകൾ ഉള്ളത്. പലപ്പോഴും ഇന്ത്യയിലേക്ക് വരുന്ന കപ്പലുകൾക്ക് ദിശ തെറ്റാനും അപകടങ്ങൾ ഉണ്ടാവാനും ഒക്കെ ഇത് കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ക്ഷേത്രങ്ങൾ തകർത്തവരുടെ കൂട്ടത്തിൽ പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും യൂറോപ്യൻസും ഒക്കെ ഉണ്ടായിരുന്നു. അതിന്റെ കാരണം പല പുരാതന ക്ഷേത്രങ്ങളിലും ഈ കാന്തിക ശക്തി നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഫലപ്രദമായി തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നതുകൊണ്ടാണ്. ആധുനികമായ കമ്പ്യൂട്ടറുകളോ സെൻസറുകളോ ഇല്ലാത്ത ഒരു കാലത്ത് കേവലം പ്രകൃതിദത്തമായ കാന്തങ്ങൾ മാത്രം ഉപയോഗിച്ച് ഭൂഗുരുത്വ ബലത്തെ കൃത്യമായി പ്രതിരോധിച്ച് ഒരു ഭാരമേറിയ ശിലയെ ഒരേ സ്ഥലത്ത് വായുവിൽ നിർത്തി എന്നത് അവിശ്വസനീയമായ കൃത്യത ആവശ്യപ്പെടുന്ന ഒരു പ്രവൃത്തിയായിരുന്നു. ആ നിർമ്മാണ വൈദഗ്ധ്യം ഇന്ന് എന്തായാലും നമ്മുടെ ലോകത്ത് നഷ്ടമായിരിക്കുകയാണ്. അതൊരു നഷ്ടപ്പെട്ട സാങ്കേതിക വിദ്യയാണ്. എന്നാൽ ശാസ്ത്രീയമായിട്ട് ഇന്ന് ഇതിന് മറ്റു പല മാർഗങ്ങളുമുണ്ട്. ലബോറട്ടറികളിൽ സൂപ്പർ കണ്ടക്ടറുകളും ശക്തമായ കാന്തങ്ങളും ഉപയോഗിച്ച് വലിയ വസ്തുക്കളെ വായുവിൽ നിർത്താൻ ഇന്ന് ശാസ്ത്രത്തിന് കഴിയും. പക്ഷേ പണ്ട് കാലത്ത് ഒരു സാങ്കേതിക വിദ്യയും ഇല്ലാതെ പ്രകൃതിയാൽ കിട്ടിയ ടെക്നോളജി തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് ഇത് സാധിച്ചത് എന്നത് ഇന്നത്തെ ശാസ്ത്രജ്ഞർക്കും അജ്ഞാതമായ ഒരു കാര്യമാണ്. കാരണം അന്ന് അത്രമാത്രം കണക്കിൽ മാത്തമെറ്റിക്സിന്റെ കാര്യത്തിൽ ഗണിതശാസ്ത്രത്തിൽ ഇന്ത്യ അന്ന് വളരെ മികവുള്ള ഒരു രാജ്യമായിരുന്നു. അത്രയും കൃത്യമായ കണക്ക് കൂട്ടലോട് കൂടിയിട്ടാണ് ഓരോ പ്രവൃത്തികളും അക്കാലത്ത് ചെയ്തിട്ടുള്ളത്. പ്രകൃതിയെ മനസ്സിലാക്കുന്നതിൽ അന്നത്തെ ഇന്ത്യയിലെ ജനങ്ങൾ അല്ലെങ്കിൽ ശില്പികൾ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞർ വളരെ മുന്നിലായിരുന്നു. അതുകൊണ്ട് തന്നെ മഹാസൃഷ്ടികൾ അന്ന് അവർക്ക് സാധിച്ചിരുന്നു എന്നതാണ് വസ്തുത. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.